ഹലോ, പവിത്രത്തിലെ വിക്രത്തിൻ്റെ വേദന ഇന്നത്തെ വിശേഷങ്ങളായല്ലോ. അപ്പോൾ ഇങ്ങനെ തരുണിന് ഒരു സ്ഥലം മാറ്റമൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ സ്വന്തം മകളെ പോലെ തന്നെയാണ് തരുണും മോളെ വളർത്തുന്നത് കേട്ടോ. ചോറൊക്കെ ഉണ്ണാൻ ഇരിക്കുന്ന സമയത്ത് മോളെ അച്ഛന് വാരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സ്നേഹമായിട്ട് തന്നെയാണ് തരുണ് മോളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അതിനുശേഷം അതുപോലെ തന്നെ ഇങ്ങനെ തരുണൊരു ട്രാൻസ്ഫറൊക്കെ വരുന്നുണ്ട്, സ്ഥലം മാറ്റം വരുന്നുണ്ട്. അപ്പോഴത്തേക്കും അവർ വീടൊക്കെ വിട്ടുമാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വേദ വന്ന് കാണുന്നുണ്ട്, മോളെ കണ്ടിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തരുൺ അവിടെ നിന്ന് വീട് മാറുന്ന സമയത്ത് എല്ലാവരോടും യാത്ര പറയും, തൊട്ട് അയൽവാസികളോടൊക്കെ ചെന്ന് യാത്ര പറയും. അവരോടൊക്കെ പറഞ്ഞ് ആ ഒരു സ്നേഹ സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ട്രാൻസ്ഫറായി പോകുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ സേതുവമ്മയും തരുണും മോളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ വേദയും ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നേരെ ആ ഒരു ജയിലിലാണ്. ജയിലിലെ ആൻഡ്രൂസ് എന്ന് പറയുന്ന ആ ഒരു സാറാണ് വിക്രത്തിന് ഏറ്റവും സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത്. അപ്പം വിക്രം ആ ഒരു PGയും ഡിഗ്രിയും PGയും ഒക്കെ എടുത്ത് പാസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനെല്ലാം സഹായം ചെയ്തു കൊടുത്ത് ആ സാറായിരുന്നു എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ സാറിൻ്റെ റിട്ടയർമെൻറ്റ് അതിൻ്റെ ഒരു ഫംഗ്ഷനായിരുന്നു. വിക്രത്തിന് ഭയങ്കര വിഷമമായി സാറ് പോകുന്ന ആ ഒരു യാത്രയപ്പ്. അപ്പോൾ അവരുടെ ജയിലിലുള്ള ആൾക്കാരെയൊക്കെ എല്ലാവരെയും അവിടെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ആ ഒരു പരിപാടിയിൽ. അപ്പോൾ പറയുന്നുണ്ട്, ജയിലിൽ കിടക്കുന്ന എല്ലാവരും കുറ്റവാളികളൊന്നുമില്ല, അതിൽ നിരപരാധികളുണ്ട്, നിരപരാധികളും ശിക്ഷിക്കപ്പെട്ടേക്കാം. പിന്നെ ശിക്ഷ എന്നതിന് മറ്റ് ഒരു വിദ്യാഭ്യാസം, അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. അങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊക്കെ പറയണം. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് വിക്രം ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം സാറിൻ്റെ യാത്രയപ്പോൾ വിക്രത്തിന് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ സാറിനെ ഇങ്ങനെ പൊന്നാടിയൊക്കെ അണിയിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ അവസാനിക്കുന്ന സമയത്ത് സാറ് എല്ലാവരുടെയും അനുഭവത്തോടെ പറയുന്നു, ഞാൻ ഈ ഒരു ഷോള് മറ്റൊരാൾക്ക് കൊടുക്കാൻ, അതായത് വിക്രത്തെ ഇനിയിപ്പോൾ ഒരു വിശ്രമ ജീവിതം, അത് വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ഇങ്ങനെ വിക്രം പറയുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല, ഇവിടെയും എനിക്കങ്ങനെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ വീട്ടുകാരോടൊപ്പം കുറച്ച് വിശ്രമം, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ വിക്രത്തെ അനുഗ്രഹിച്ച്, അതുപോലെ വിക്രം കാല് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കി പോവുകയാണ്. വിക്രത്തിന് അത് ഭയങ്കര വിഷമമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ജയിലിൽ ഇതുപോലെ ശങ്കരനാരായണൻ സാറ് വിക്രത്തെ കാണാനായിട്ട് വരുന്നുണ്ട്. ആ ഒരു രംഗമാണ് കാണിക്കുന്നത്. അപ്പോൾ വിക്രം ആകെ നിരാശയിലാണ് മൊത്തത്തിൽ. അപ്പോൾ പറയുന്നു, നിനക്ക് ഇവിടെ വന്നിട്ടും പലതും നേടാൻ കഴിഞ്ഞു, ആ നിരാശയൊന്നും വേണ്ട. അപ്പോൾ വിക്രത്തിൻ്റെ ആ ഒരു കേസ് അന്വേഷണം ഇനി പുനരന്വേഷണത്തിനായിട്ട് അതിനൊരു പേപ്പർ കൊടുക്കാനായിട്ട് വരുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ശങ്കരനാരായണൻ സാറിൻ്റെ വീട്ടിൽ മറ്റൊരു അതിഥി കൂടി എത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നരേന്ദ്രനാണ്, പോലീസ് ഓഫീസറാണ്. അപ്പോൾ ഇദ്ദേഹം പോയതിന് പകരം ചാർജ് എടുക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നിട്ട്, സാർ എനിക്ക് നേരത്തെ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ സാറിനെ കാണണം എന്നാഗ്രഹിക്കുന്നു, പക്ഷേ അതിന് പല ഒരു യാത്രയിലേക്കായിരുന്നു. അപ്പോൾ ശങ്കരൻ പറയുന്നുണ്ട്, ഞാനും യാത്രയിലേക്കായിരുന്നു. അപ്പോൾ ശങ്കരൻ പറയുന്നുണ്ട്, ഇവിടെ ചായ കോഫി എന്തെങ്കിലും വേണം, ഞാൻ തന്നെ ഇടേണ്ടി വരും, കാരണം വൈഫില്ല, അമ്മയുടെ കൂടെ ചെന്നൈയിൽ പോയിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. അതൊന്നുമല്ല, ഞാനൊരു കേസിൻ്റെ കാര്യം, നമ്മൾ ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ട കേസ് ഞാനൊരു വാർത്ത കണ്ടിട്ടിരുന്നു. അതായത് എന്തോ ഒരു അദ്ദേഹം കേസ് അന്വേഷിച്ച കേസിൽ, അതായത് ഭവന തട്ടിപ്പ്, എന്തോ ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയായി ജോബി എന്ന് പറയുന്നത് സാറിപ്പോൾ വാദിക്കുന്ന ഒരു കേസിൽ സാക്ഷിമൊഴിയായിട്ട് വിക്രത്തിന്. അപ്പോൾ ആ ജോബി, അപ്പോൾ ശങ്കരൻ സാറ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജോബി മറ്റൊരു കേസിൽ ഇതുപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളൊക്കെ റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു കേസിൽ ഇവിടെ ഇങ്ങനെ സാക്ഷി നിൽക്കുന്ന ജോബിയാണ്. അപ്പോൾ അത് കണ്ട് സാറിൻ്റെ അടുത്തൊന്ന് അഭിപ്രായം പറയാനായിട്ട് വന്നതാണ്. അപ്പോൾ എന്താ കാര്യം ചോദിക്കുമ്പോൾ, വീട് റെയ്ഡ് സമയത്ത് അവിടുന്ന് ഒരു ക്യാമറ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പരിശോധിച്ചപ്പോഴാണ് ഈ ഒരു ആ ഒരു എസ്റ്റേറ്റിൽ പുറത്തുനിന്ന് വനമേഖലയായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് വന്യമൃഗങ്ങളെയൊക്കെ പ്രവേശനം ഉണ്ടോയെന്നറിയാനായിട്ട് പലയിടത്തും ക്യാമറ സെറ്റ് ചെയ്തിരുന്നു. അതിലൊരു ക്യാമറ സെറ്റ് ചെയ്യുന്ന സ്ഥലത്തായിരുന്നു വിക്രമും ചന്ദ്രശേഖരും തമ്മിൽ അന്ന് ഉണ്ടായ ആ ഒരു വെടിവെച്ച് ചന്ദ്രശേഖർ വീഴുന്ന സമയത്ത് ആ ഒരു ക്യാമറ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാഴ്ച അത് ഒഴിവാക്കാൻ പോലീസിന് മുന്നിൽ തെളിവ് കിട്ടാതിരിക്കാൻ വേണ്ടി ആ ഒരു ക്യാമറ അവരെടുത്ത് മാറ്റി മനഃപൂർവ്വം വീട്ടിൽ കൊണ്ടുവച്ചതാണ് തോന്നുന്നു, ശങ്കരൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാമറ ഇദ്ദേഹത്തിന് റെയ്ഡ് ചെയ്തപ്പോൾ അവിടുന്ന് കിട്ടി. അപ്പോൾ അത് നല്ല ക്ലിയറായിട്ട് അതിൻ്റെ പിക്ചറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ അത് കണ്ടാലറിയാം വിക്രം നിരപരാധി. അപ്പോൾ ആ ഒരു കേസിൽ അങ്ങനെ ഒരു തെളിവ് കിട്ടിയതിന് വേണ്ടിയാണ് ഞാൻ സാറിനെ കാണാൻ വന്നത്. അപ്പോൾ ശങ്കരന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്യാമറ അത് സേഫായിട്ട് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അത് കോടതിയിൽ ഹാജരാക്കിയും ചോദിക്കും, ഇല്ല ഞാൻ ഹാജരാക്കിയിട്ടില്ല, അത് സേഫായിട്ട് എൻ്റെ പക്കൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് ശങ്കരനെ ഏൽപ്പിക്കും എന്ന ആ ഒരു കൺക്ലൂഷനിലാണ് നിൽക്കുന്നത്. അതിനുശേഷം ശങ്കരൻ പിറ്റേന്ന് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ
വിക്രത്തെ, അങ്ങനെയാണ് വിക്രത്തെ കാണാനായിട്ട് വരുന്നത്. വിക്രം ആകെ വിഷമത്തിലായിരുന്നു. ഒന്നാമത് ആ ഒരു സാറ് ട്രാൻസ്ഫർ ആയിപ്പോയി. അത് മാത്രമല്ല വിക്രത്തിനാകെ നിരാശയായിപ്പോയി. അപ്പോൾ ശങ്കരൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല, നീ നിരാശപ്പെടേണ്ട കാര്യമില്ല, നീ നേടാനുള്ള പലതും ഇവിടെ ഒന്നും നേടിയില്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കേസ് റീഓപ്പൺ ചെയ്യണം, അതിനുള്ള പേപ്പറിൽ സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇത് പുറത്തിറങ്ങാൻ ഉറപ്പായിട്ടും എത്രയോ കേസുകൾ വർഷങ്ങൾക്ക് ശേഷം പല തെളിവുകളും കിട്ടി ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയും. വിക്രത്തെ പറയുന്നു, ഞാനത് പുറത്തിറങ്ങി ഷോൾ കൊണ്ട് പുതപ്പിക്കുക, ഞാൻ എവിടെയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, വേദ അവൾ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല. എന്തെങ്കിലും വിക്രത്തിന് സന്തോഷം സങ്കടമൊക്കെ ആവുന്നുണ്ട്. നാരായണൻ മനസ്സിലാക്കി പറയുന്നുണ്ട്, ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ അന്വേഷിച്ചിട്ടില്ല, എന്തായാലും നീ പുറത്തിറങ്ങിയാലും നിനക്ക് ആ ഒരു നല്ല നിലയിൽ വഴിയില്ലല്ലോ, അദ്ദേഹത്തെ ചെന്ന് കാണും, അങ്ങനെയൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് പോവുകയാണ്. ശങ്കരൻ പറയാണ്, അതൊന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല, അതിൻ്റെ പുറകെ പോയിട്ടില്ല, പക്ഷേ എനിക്ക് ഉറപ്പാണ്, നീ ജയിലിന് പുറത്തിറങ്ങിയാൽ ഉറപ്പായിട്ടും അവൾ നാട്ടിലെത്തും. അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കാൻ പറഞ്ഞ് ആ ഒരു പേപ്പറൊക്കെ ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ട് ശങ്കരൻ അവിടുന്ന് പോരുകയാണ് കേട്ടോ. ഇത് വിക്രത്തിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് തരുൺ ട്രാൻസ്ഫറായി പോയി ചെല്ലുന്ന മറ്റൊന്നും അല്ല, തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ. അവിടെയാണ് വേദയും ഉള്ളത്. അപ്പോൾ അവിടെ ആ ഒരു ഓഫീസിൽ ഒരു തമിഴ് കൗണ്ടർമാരൊക്കെ എന്തോ കേസിനെ സംബന്ധിച്ചിട്ട് കാണാനായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കേസിൻ്റെയൊക്കെ കാര്യങ്ങൾ നേരത്തെ പഠിച്ചിട്ട് തന്നെയാണ് തരുൺ അവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, ഡൽഹിയെ കിടുകിട വിറപ്പിച്ച ഈ സാറ് തന്നെയാണോ, അപ്പോൾ നല്ല ചിരിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ മറ്റൊരു മയക്കുമരുന്ന് എന്തോ കേസിൻ്റെ കാര്യത്തിന് വേണ്ടി മറ്റൊരു പോലീസ് ഓഫീസർ വന്ന് പറയുന്നുണ്ട്, പോയേക്കുന്ന ഇവിടുത്തെ സബ് കളക്ടറും മറ്റു പോലീസും നേരിട്ട് പോയിരിക്കണം. സബ് കളക്ടറെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. മറ്റാരും അല്ല, അത് വേദയാവാനാണ് കൂടുതൽ സാധ്യത. വേദയും അവിടെ തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഉറപ്പായിട്ടും പവിത്രം സീസൺ 2 കാണാൻ മിസ് ചെയ്യരുത് കേട്ടോ.